കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്ന് കെ.സി. വേണുഗോപാലിന്റെ അവകാശവാദങ്ങൾ പൊളിയുകയാണ്. കോൺഗ്രസ് നിരീക്ഷകരുടെ പട്ടികയിൽ വി.ഡി. സതീശന് 32 എംഎൽഎമാരുടെ പിന്തുണയെന്നാണ് സൂചന. കെ.സി. വേണുഗോപാലിന് 22 എംഎൽഎമാരുടെ പിന്തുണ മാത്രമെന്നും വിവരമുണ്ട്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഇത് അടപടലം പൊളിഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നു. കാരണം നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്നത് ഈ കെ.സിക്ക് 40-ലധികം എംഎൽഎമാരുടെ പിന്തുണ, 35-36 എംഎൽഎമാർ മാത്രമേ വി.ഡി. സതീശനൊപ്പമുള്ളൂ. ആ രീതിയിലായിരുന്നു ചർച്ചകളൊക്കെ വന്നത്. ഇതിപ്പോ വന്ന വാർത്തകളൊന്നുമല്ല, മറ്റൊരു സൂചന വരുന്നു. ഗ്രൗണ്ട് വി.ഡിക്ക് കൂടുതൽ അനുകൂലമാകുന്നു. പിന്നെ എന്താണ് കാലതാമസം? സേതുലക്ഷ്മി, അതുതന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. 32 എംഎൽഎമാർ വി.ഡി. സതീശനെ പിന്തുണച്ചു. നിരീക്ഷകർക്ക് അത് സംബന്ധിച്ചിട്ടുള്ള തങ്ങളുടെ അഭിപ്രായം അറിയിച്ചു. ആ കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് നേരത്തെ പുറത്തു വന്ന, അല്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങളടക്കം പുറത്തു വന്ന, അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിനാണ് ഏറ്റവും കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണ നിയമസഭാ കക്ഷി യോഗത്തിൽ ഉള്ളത് എന്ന രീതിയിലുള്ള പ്രചരണമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡിലെ നിരീക്ഷകരുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ പറയുന്ന 32 പേരുടെ പിന്തുണ വി.ഡി. സതീശനുണ്ട്. അതുപോലെ 22 പേരുടെ പിന്തുണയാണ് കെ.സി. വേണുഗോപാലിനുള്ളത് എന്നതാണ് ഏറ്റവും ഒടുവിലായി പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് പുറത്തുവിടാവുന്ന കാര്യം. അത് വളരെ വലിയ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആര് എന്നതിൽ വളരെ വലിയ ഒരു നിർണായക കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടും അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടും ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ, അല്ലെ അതിനനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് കഴിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകളും തുടർ ചർച്ചകളുമായി കാര്യങ്ങൾ മറിയുന്നതും. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 4 മണി മുതൽ 2.5 മണിക്കൂർ നേരമാണ് നേതാക്കളുമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ദീപാദാസ് മുൻഷിയും നിരീക്ഷകരായ മുകുൾ വാസനിക്കും അതേപോലെ തന്നെ അജയ് മാക്കനും ചർച്ച നടത്തിയത്. എന്നിട്ടും സമവായമായില്ല. അവർ ഉദ്ദേശിച്ചത് ഹൈക്കമാൻഡിൻ്റെ നിലപാട് കെ.സി. വേണുഗോപാലിനെ സമവായത്തോടെ അംഗീകരിക്കുക എന്നതായിരുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതാണിപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു കണക്ക് കൂടി പുറത്തു വരുന്നതോടെ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും വി.ഡി. സതീശനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ പിന്തുണയുണ്ട്. ഇപ്പോൾ ഈ കണക്ക് പുറത്തു വന്നതോടെ നിയമസഭാ കക്ഷിയിൽ പിന്തുണയുണ്ട്. മറ്റൊരു കാര്യം, ജനവികാരം കൂടെയുണ്ട്. ഇതൊക്കെയുള്ളൊരു വ്യക്തിയായി വി.ഡി. സതീശൻ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തീരുമാനം വി.ഡി. സതീശന് അനുകൂലമായി വരാത്തത് എന്ന് നോക്കണം. നിരീക്ഷകരുടെ റിപ്പോർട്ടിലും വി.ഡി. സതീശനെ ആണ് പ്രധാനമായും വി.ഡി. സതീശനെ പരിഗണിക്കണം എന്ന രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. വി.ഡി. സതീശന് ഘടകകക്ഷികളുടെ, അതായത് IUML പിന്തുണയുണ്ട്, ജോസഫ് ഗ്രൂപ്പിൻ്റെ പിന്തുണയുണ്ട് എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജനവികാരത്തിൽ ജനങ്ങളുടെ ഏറ്റവും വികാരം വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നതാണ്. ഇത്തരം ഒരു റിപ്പോർട്ട്, നിരീക്ഷക റിപ്പോർട്ടുണ്ട്. അതിൻ്റെ കൂടെ പുതിയ വാർത്ത കൂടി പുറത്തു വരികയാണ്. 32 എംഎൽഎമാരുടെ പിന്തുണ കൂടി ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണ ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം 3 എംഎൽഎമാർ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. 3 എംഎൽഎമാരുടെ അഭിപ്രായം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതും കൂടി കണക്കിലെടുക്കണം. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളായ A.K. ആന്റണി, VM സുധീരൻ എന്നിവരെന്തു പറഞ്ഞു എന്നതുകൂടി കണക്കിലെടുക്കണം. ഏതായാലും പന്ത് സോണിയുടെ കോർട്ടിലേക്ക് ഉരുളുമെന്ന് തന്നെ പറയേണ്ടി വരും. ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചർച്ച കഴിഞ്ഞ് 24 മണിക്കൂറായി. ഇനിയും ചർച്ച, അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഇന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. നാളെ മല്ലികാർജ്ജുന ഖാർഗെ തിരിച്ചു വന്ന് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി, അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷയെ കൺസൾട്ട് ചെയ്ത് ഘടകകക്ഷികളുമായി വീണ്ടും ഒരു ടെലിഫോണിൽ ചർച്ച നടത്തി അതിനുശേഷം മാത്രമേ ഇത്തരം ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകൂ. അത് ഏത് തരത്തിലുള്ള പ്രഖ്യാപനമാകും? ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഭരണം പ്രതിസന്ധിയിലാകുന്ന കാര്യമാണ്. ഇതിപ്പോ നേതാക്കളൊന്ന് ഫ്രീ ഒക്കെ ആയി അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടി ഒന്ന് സംസാരിച്ച് ചർച്ച ചെയ്തൊക്കെ തീരുമാനിച്ച ഒരു പേരിലേക്ക് എത്താം. അതാണെന്ന് തോന്നുന്നു നിലപാട്. 2 ദിവസത്തിനകം തന്നെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ കനത്ത തോൽവി യോഗത്തിൽ